ഈ ഫാമിലിയിൽ ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ളവരൊക്കെ ക്രൈസ്തവ ജീവിതം നയിക്കുന്നുവെന്നേ ഉള്ളൂ. പക്ഷെ അവർ മാമോദിസ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പള്ളിയിൽ പോവില്ല, കുമ്പസാരിക്കില്ല, പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ അവിടെ ഒരാളെ പ്രാർത്ഥിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുക. അതായത് ഈ വ്യക്തിയെ ശത്രു വളഞ്ഞിട്ടിട്ട് ആക്രമിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും ഒക്കെ അറിയാവുന്ന നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്, അത് അശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു അശുദ്ധാത്മാവ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ സ്വർഗവുമായിട്ട് കൂടുതൽ അടുക്കും, അവന് അല്ലെങ്കിൽ അവൾക്ക് ആ ഒരു ദൈവം കരുതി വെച്ചിരിക്കുന്ന നേട്ടങ്ങൾ നമ്മൾ സ്വന്തമാക്കും, ദൈവം നമുക്ക് തരും എന്ന് അവന് മനസ്സിലാകുന്ന സമയത്താണ് ഇവർ നമ്മളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ പരസ്പരം അങ്ങും ഇവർ തല്ലും ബഹളമാണ്. പതിയെ അത് കുട്ടികളിലേക്കും ബാധിച്ചു. പിന്നെ കുട്ടി കഞ്ചാവിന് അഡിക്റ്റായി, മറ്റ് സ്വന്തം മാതാപിതാക്കൾ ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അവരങ്ങും ഇങ്ങും ഒരു സമാധാനവും ഇല്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥന പോലും ഒരു സുഖകരമായിട്ട് തോന്നുന്നില്ല. കുറേ ഏതാണ്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടൊന്നും ഇവർക്കൊരു മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതേ, നമ്മുടെ ഫാമിലീസിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കെതിരെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെതിരെ ദൈവം ചിലപ്പോൾ ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആവണമെന്നൊരു നിർബന്ധവുമില്ല. ദൈവം തിരിച്ച് ഇങ്ങനെ മാറ്റി നിർത്തിയേക്കുമായിരിക്കും അല്ലേ? പല മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ അവരുടെ വിശ്വാസവും അവരുടെ പ്രവൃത്തികളൊക്കെ പല രീതികളാണ്. പക്ഷെ ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ തിരഞ്ഞെടുത്തു എന്ന് ഒരു ക്രൈസ്തവരായിട്ടുള്ള ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ഓർക്കുക, അവർ സെപ്പറേറ്റാണ്. അവർ ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിക്കായിട്ട് ദൈവം അവരെ തിരഞ്ഞെടുത്തേക്കുക. അതിൽ നമ്മൾ സന്തോഷിക്കുക, ആമേൻ പറയണം, ദൈവത്തിന് ആമേൻ പറയണം. അതിൽ നമ്മൾ സന്തോഷിക്കുക വേണ്ട. എന്തിനാണ് ദൈവം നമ്മളെ അവരിൽ നിന്ന് സെപ്പറേറ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അവരുമായിട്ട് തല്ലുകൂടാനാണ്? കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളെ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിച്ചാൽ നമുക്കെന്ത് പ്രയോജനമുള്ള? ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് നമ്മൾ കുരിശിലേക്ക് നോക്കിയാലോ, കർത്താവായ ദൈവം ഏറ്റവും അധികം ചിന്തിയ ചോര ആർക്കു വേണ്ടിയായിരുന്നു? നീതിമാന്മാർക്ക് വേണ്ടിയായിരുന്നു? പാപികൾക്ക് വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പാപികൾക്ക് വേണ്ടി യേശു കുരിശിൽ ചോര ചിന്തിയത്.